അധ്യായം 26. കുട്ടികൾ വന്നു ചേർന്നു. മുത്തച്ഛൻ കഥ തുടർന്നു. സീത ലങ്കയിലുണ്ടെന്നറിഞ്ഞു. ഇനി എന്തു വേണം? ശ്രീരാമനും വാനരനായകന്മാരും ആലോചനയിലാണ്ടു. കണ്ണെത്താത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന കടൽ മഹാസമുദ്രമാകയാൽ സൈന്യങ്ങൾക്ക് അവിടെ എത്താൻ ബുദ്ധിമുട്ടുണ്ട്. രാവണനെ വധിക്കാൻ അവിടെ എത്തി യുദ്ധം ചെയ്തേ മതിയാവൂ. മഹാവിഷ്ണു രാമനായി മനുഷ്യാവതാരമെടുത്തത് അതിനു വേണ്ടിയാണ്. വൈരിയെ വകവരുത്താൻ കഴിഞ്ഞാലേ സീതയെ രക്ഷിക്കാൻ സാധിക്കൂ. ശ്രീരാമന്റെ മനസ്സിൽ അതിനുള്ള ആലോചന ആരംഭിച്ചു. സുഗ്രീവനെത്തി. രാമന് ധൈര്യം നൽകി. തൻ്റെ വാനരന്മാർ ധീരന്മാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതാണ്. വാനരപ്പടയുടെ ശക്തി അപാരമാണ്. താൻ ആജ്ഞാപിച്ചാൽ അവർ എന്തും ചെയ്യും. സമുദ്രം കടക്കും, ലങ്ക തകർക്കും, രാവണനെ വധിക്കും. അത്ര കരുത്തന്മാരാണവർ. കടൽ കടക്കാനുള്ള മാർഗം കണ്ടെത്തിയാൽ രാവണൻ കൊല്ലപ്പെട്ടതു തന്നെ. 3 ലോകത്തും രാമനെ ജയിക്കാൻ ആരുമില്ല. വിജയം നമുക്ക് തന്നെ. സുഗ്രീവന്റെ വാക്കുകൾ രാമന് ആത്മധൈര്യം പകർന്നു. ഹനുമാനെ വിളിച്ചു വരുത്തി യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് ആ പ്രദേശത്തിന്റെ ഘടന മനസ്സിലാക്കണം. ഹനുമാൻ ലങ്കയുടെ രൂപം വ്യക്തമായി അവതരിപ്പിച്ചു. സൈന്യ സങ്കേതങ്ങൾ, യുദ്ധതന്ത്രങ്ങളുടെ ചാരുതയോടെ പണികഴിപ്പിച്ച കോട്ടകളും കോട്ടകൊത്തളങ്ങളും അവയ്ക്കിടയിലെ കിടങ്ങുകളും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ, മണിമാളികകൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാമാന്യ വിവരം നൽകി. അതാ രാമന്റെ വലത് കണ്ണ് തുടിക്കുന്നു. നല്ല ശകുനം, ശുഭലക്ഷണം. ഉടൻ പുറപ്പെടണം. രാമൻ വാനരപ്പടയെ സജ്ജമാക്കാൻ സുഗ്രീവനോട് അഭ്യർത്ഥിച്ചു. മുഖ്യ സേനാനായകന്മാർ സേനയുടെ മുന്നിലും പിന്നിലും ഇരുവശത്തും ഉണ്ടാവണം. ഹനുമാന്റെ തോളിൽ മുന്നിൽ ശ്രീരാമനും അംഗദന്റെ തോളിൽ ലക്ഷ്മണൻ പിന്നിലും ഉണ്ടായിരിക്കും. സുഗ്രീവൻ ശ്രീരാമനെ ധ്യാനിച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ പടയുടെ നടുവിലുണ്ട്. രാമൻ വാനരന്മാർക്ക് ആജ്ഞ നൽകി. ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, മൈന്ദൻ, ദ്വിവിധൻ, നളൻ, നീലൻ, സുഷേണൻ, ജാംബവാൻ എന്നീ സേനാനായകന്മാർ കൂട്ടത്തോടെ തന്നെ പിന്തുടരട്ടെ. പടയാളികളെ അവർ എപ്പോഴും കാത്തുകൊള്ളണം. എല്ലാവരും മുന്നോട്ടു നീങ്ങി. രാവണനെ വകവരുത്തുവാനുള്ള പ്രതിജ്ഞയോടെ ഗർജിച്ചും വാളുപൊക്കിയടിച്ചും മരങ്ങൾ പുഴക്കിയും തിങ്ങി നിറഞ്ഞ് വാനരന്മാർ ഒഴുകി നടന്നു. മഹേന്ദ്ര പർവ്വതത്തിലെത്തി. യാത്ര തടസ്സപ്പെട്ടു. ഇനി സമുദ്രമാണ്. സമുദ്രതീരത്ത് വാനരപ്പട താവളമടിച്ചു. എങ്ങനെ മറുകരയെത്തും? വിശാലമായ ആഴമുള്ള സമുദ്രം. തിരമാലകൾ അടിച്ചാർത്ത് ഉയർന്നു പൊങ്ങുന്നു. വാനരന്മാർ കടൽ കണ്ട് സംഭ്രമിച്ചു. ശ്രീരാമന്റെ മനസ്സിൽ സീത ഇടയ്ക്കിടെ ഓടിയെത്തും. അവതാര പുരുഷനാണെങ്കിലും മനുഷ്യനാകിയാൽ ആ മനസ്സ് ദുഃഖിക്കും. രാവണന്റെ അവസ്ഥയോ? രാവണൻ മന്ത്രിസഭ വിളിച്ചുകൂട്ടി. ഹനുമാൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെ വിലയിരുത്തി. ലങ്കയ്ക്ക് നാണക്കേട് വരുത്തിയിരിക്കുന്നു. എന്തു വില കൊടുത്തും അതിനെ തിരിച്ചടിക്കണം. എല്ലാവരും പ്രതികരിച്ചു. രാവണൻ ഊറ്റം കൊണ്ടു. യുദ്ധത്തിൽ 3 ലോകങ്ങളും ജയിച്ചവനാണ് താൻ. ഇന്ദ്രനെ ബന്ധിച്ച ഇന്ദ്രജിത്ത് തൻ്റെ മകനാണ്. കുബേരനെ കീഴടക്കി പുഷ്പക വിമാനം കൈയടക്കിയവനാണ്. കാലനെ പരാജയപ്പെടുത്തിയവനല്ലേ? വരുണനെ അടിമപ്പെടുത്തിയില്ലേ? മഹാനായ അസുരൻ മയൻ പോലും തനിക്ക് പുത്രിയെ തന്ന് വശഗതനായി കഴിയുന്നു. പിന്നെ എന്തിനു ഭയപ്പെടണം? അല്പം ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു. എന്തായാലും ഹനുമാൻ കുരങ്ങനല്ലേ? അവനോട് പൗരുഷം കാട്ടിയിട്ട് എന്തു കാര്യം? മനുഷ്യരെയും വാനരന്മാരെയും ഒതുക്കാൻ മന്ത്രിക്ക് അനുവാദം നൽകാൻ അവർ അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് കുംഭകർണന്റെ വരവ്. രാവണന് ഒരു മുന്നറിയിപ്പുമായി. ആത്മനാശത്തിന് വഴി ഒരുക്കരുത്. ജ്യേഷ്ഠന്റെ നീക്കങ്ങളൊന്നും നല്ലതിനല്ല. ജ്യേഷ്ഠൻ അറിഞ്ഞുകൂടെ? രാമൻ മനുഷ്യനല്ല, വിഷ്ണുവിന്റെ അവതാരമാണ്. അവതാര രഹസ്യം കുംഭകർണൻ വിവരിച്ചു. എല്ലാ ഭവിഷ്യത്തുകളെയും നേരിടാൻ തയ്യാറായി ഇരുന്നു കൊള്ളൂ. രാവണൻ കോപത്തോടെ കുംഭകർണനെ നോക്കി. ഉപദേശം നിർത്താമോ എന്ന മട്ടിൽ. ഇന്ദ്രജിത്തിന് കാര്യം മനസ്സിലായി. തനിക്ക് യുദ്ധം തുടങ്ങാനുള്ള അനുവാദത്തിന് അവൻ രാവണനോട് അപേക്ഷിച്ചു. ലക്ഷ്മണനോടൊപ്പം ശ്രീരാമനെയും സുഗ്രീവനെയും വധിച്ച് താൻ ഉടനെ മടങ്ങി വരാം. കുംഭകർണനെ അവഗണിച്ച് ഇന്ദ്രജിത്ത് നടത്തിയ വെല്ലുവിളി കേട്ടുകൊണ്ട് വിഭീഷണൻ കടന്നു വന്നു. വിഭീഷണൻ ഈശ്വരഭക്തനാണ്. ശ്രീരാമനെ ധ്യാനിച്ച് രാവണന്റെ അടുത്തിരുന്നു. വിഭീഷണൻ കുംഭകർണനെയും രാവണനെയും മാറി മാറി നോക്കി. മതമത്തനായ കുംഭകർണൻ, കാമാതുരനായ രാവണൻ. ആർക്കും രാമനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധ്യമല്ല. ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹം. ശ്രീരാമന്റെ ജന്മോദ്ദേശ്യം രാവണനെ വധിക്കണമെന്നും. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ. ജ്യേഷ്ഠന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേയുള്ളൂ. സീതയെ ശ്രീരാമന് സമർപ്പിക്കുക. ബഹുമാനപൂർവ്വം ധനധാന്യങ്ങൾ കാഴ്ചവെച്ച് ക്ഷമയാചിക്കുക. തെറ്റുകൾ സമ്മതിച്ചാൽ പൊറുക്കുന്നവനാണ് ഭഗവാൻ. ക്ഷമിക്കും. കുറെ കാലം കൂടി ലങ്കയിൽ വാഴാം.
വാനരന്മാർ ശക്തരാണ്. അവർ വെറും കുരങ്ങന്മാരാണെന്ന് കരുതരുത്. ശ്രീരാമൻ ലങ്കയിലെത്തി രാക്ഷസന്മാരുടെ തലകൾ അറുത്തു മുറിച്ചിട്ട് വംശനാശം വരുത്തുന്നതിനു മുമ്പ് ജ്യേഷ്ഠൻ പറഞ്ഞത് അനുസരിക്കണം. രാമൻ രാവണനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ എണ്ണപ്പെടും. ദേവരാജന്റെ അടുത്തിരുന്നായാലും യമന്റെ മടിയിലിരുന്നാലും പാതാള ലോകത്ത് പോയാലും രക്ഷ കിട്ടുമെന്ന് കരുതണ്ട. വിഭീഷണന്റെ ഉപദേശം കേട്ട് രാവണന്റെ കോപം ആളിക്കത്തി. വിനാശകാലെ വിപരീത ബുദ്ധി. മരിക്കാൻ കിടക്കുന്നവൻ മരുന്ന് ഉപേക്ഷിക്കും പോലെ ആ ഉപദേശങ്ങൾ കാറ്റിൽ പറത്തി. തൻ്റെ അനുജൻ തൻ്റെ കൂടെ താമസിക്കുന്നു, എന്നിട്ട് തനിക്കെതിരെ ശബ്ദമുയർത്തുന്നു. മിത്രമാണെന്ന് നടിച്ച് കൂടെ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശത്രു. അനുജനായിപ്പോയി, അതുകൊണ്ട് ഇത്ര നേരം ക്ഷമിച്ചു. പോകൂ, എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോകൂ. ശത്രുവിനെ വാഴ്ത്തുന്ന വംശദ്രോഹി. രാവണൻ വാളെടുത്ത് ആക്രോശിച്ചു. വിഭീഷണൻ പിന്നെ അവിടെ നിന്നില്ല. തൻ്റെ ആയുധമായ ഗദ കയ്യിലെടുത്തു. കൂടെ തൻ്റെ 4 മന്ത്രിമാരെയും കൂട്ടി സഭയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. നേരെ ശ്രീരാമൻ്റെ അടുത്തേക്ക് പോന്നു. ഇനി ബാക്കി കഥ നാളെ പറയാം. കഥ നിർത്തി. അധ്യായം 27. കുട്ടികളെ, യുദ്ധഭീഷണി സർവത്ര മുഴങ്ങി. കുംഭകർണൻ രാവണനെ ഉപദേശിച്ചു. വിഭീഷണൻ ശത്രുപക്ഷത്തേക്ക് കൂറുമാറിപ്പോയി. കഥ കേട്ടോളൂ. വിഭീഷണൻ ശേഷിച്ച കാലം ശ്രീരാമനെ ഭജിച്ച് പുണ്യം നേടാൻ തീരുമാനിച്ചു. പക്ഷേ ആകാശത്ത് വാനരസേനയുടെ മുകളിൽ വിഭീഷണനെ കണ്ടപ്പോൾ സുഗ്രീവന് വിശ്വാസം വന്നില്ല. ചതിക്കാനെത്തിയ രാക്ഷസനാണോ ചാരനാണോ? രാവണന്റെ അനുജനാണ്. കൂടെ മന്ത്രിമാരുമുണ്ട്. എതിർക്കാനല്ലെങ്കിൽ പിന്നെ എന്തിന് മന്ത്രിമാർ കൂടെ വരണം? അതുകൊണ്ട് വാനരന്മാർ അവരെ വധിക്കട്ടെ. സുഗ്രീവൻ ശ്രീരാമനോട് അനുവാദം ചോദിച്ചു. സുഗ്രീവന്റെ അഭിപ്രായം ശ്രീരാമൻ മാനിച്ചില്ല. അഭയം ചോദിച്ചു വരുന്നവന് അഭയം കൊടുക്കണം, അതാണ് രാജനീതി. വിഭീഷണൻ സ്വയം പരിചയപ്പെടുത്തി. രാവണൻ തന്നെ പുറംതള്ളാനുള്ള കാരണവും വിശദീകരിച്ചു. രാവണന്റെ വാളിന് ഇരയാകാതെ രക്ഷപ്പെട്ടു. ശ്രീരാമനെ സാഷ്ടാംഗം പ്രണമിച്ചു, ശരണം പ്രാപിച്ചു. വിഭീഷണൻ ഈശ്വരഭക്തനും നല്ലവനുമാണ്. ആരും സംശയിക്കേണ്ട. ചാരനല്ല. തൻ്റെ രാജ്യത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ശ്രീരാമനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തൻ്റെ എല്ലാവിധ സഹായങ്ങളും ശ്രീരാമന് വാഗ്ദാനം ചെയ്തു. ശ്രീരാമൻ വിഭീഷണനെ ആലിംഗനം ചെയ്തു. സമുദ്രജലം കൊണ്ടുവരുവിച്ച് ലക്ഷ്മണനെ കൊണ്ട് ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്യിച്ചു. വിഭീഷണനും ശ്രീരാമനും തമ്മിൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ലങ്കയിലെ യുദ്ധമുറകളെപ്പറ്റിയും സൈന്യബലത്തെക്കുറിച്ചും രാമന് ഒരു ഏകദേശ രൂപം നൽകി. സുഗ്രീവന്റെ സംശയം തീർന്നു. വിഭീഷണനെ ആലിംഗനം ചെയ്തു. നാം എല്ലാവരും ശ്രീരാമന്റെ കിങ്കരന്മാരാണെന്നും നമുക്ക് ഒരുമിച്ച് ഭഗവാന്റെ ആഗ്രഹപ്രകാരം പ്രവർത്തിക്കാമെന്നും പ്രതിജ്ഞയെടുത്തു. സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം വിഭീഷണൻ ലങ്കയിലെ രാജാവാകട്ടെ എന്ന് എല്ലാവരും ആശീർവദിച്ചു. വിഭീഷണനെ രാജാവായി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ആകാശത്തു നിന്ന് ഒരു രാക്ഷസ ശബ്ദം. എല്ലാവരും മേലോട്ട് നോക്കി. അതെ, രാക്ഷസൻ തന്നെ, ശുകൻ. സുഗ്രീവനുള്ളതാണ് രാവണന്റെ സന്ദേശം. ഉന്നത കുലത്തിൽ ജനിച്ച വാനരനാണ് സുഗ്രീവൻ. തനിക്ക് ഭ്രാതൃതുല്യൻ. പരസ്പരം വൈരാഗ്യമില്ല. താൻ സീതയെ അപഹരിച്ചു. അതിൽ സുഗ്രീവൻ എന്ത് ചെയ്തു? അതുകൊണ്ട് ഇതിലൊന്നും ഇടപെടാതെ കിഷ്കിന്ധയ്ക്ക് പോകുന്നതാണ് നല്ലത്. ദേവന്മാർക്ക് പോലും കീഴടക്കാൻ കഴിയാത്തതാണ് ലങ്ക. പിന്നെ മനുഷ്യന് കഴിയുമോ? വാനരന്മാർക്ക് സാധിക്കുമോ? സന്ദേശം വാനരന്മാർക്ക് ആർക്കും പിടിച്ചില്ല. എല്ലാവരും ചേർന്ന് ശുകനെ മർദ്ദിച്ച് അവശനാക്കി. നിലവിളി കേട്ട ശ്രീരാമൻ അവനെ കൊല്ലരുതെന്ന് വിലക്കി. സന്ദേശത്തിനുള്ള മറുപടി എന്താണെന്ന് സുഗ്രീവനോട് ശുകൻ ചോദിച്ചു. തൻ്റെ സഹോദരൻ ബാലിയെ കൊന്ന പോലെ രാവണനും കൊല്ലപ്പെടും. സീതയെ അപഹരിച്ചിട്ട് രക്ഷപ്പെടുകയോ? സുഗ്രീവൻ ശുകനെ പിടിച്ചുകെട്ടി. അതിന് മറ്റൊരു കാരണമുണ്ട്. രാവണൻ ശാർദൂലൻ എന്ന ദൂതനെ വാനരപ്പടയുടെ ശക്തി അറിഞ്ഞു വരാൻ വിട്ടിരുന്നു. അവൻ രഹസ്യമായി രാവണനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ശുകനെ കെട്ടിയിട്ടിരിക്കുന്ന വിവരം കൂടി ശാർദൂലൻ രാവണനോട് പറയട്ടെ. രാമൻ ശുകനെ പിടിച്ചുകെട്ടാൻ ആജ്ഞാപിച്ചത് അതിനായിരുന്നു. ശുകനും വാനരന്മാരുടെ ശക്തി അറിയണമല്ലോ. വാനരന്മാരുടെ തയ്യാറെടുപ്പ് വിവരങ്ങൾ ദൂതന്മാർ വഴി രാവണൻ അറിഞ്ഞ് ചിന്തയിൽ മുഴുകി നെടുവീർപ്പിട്ടു. സമുദ്രം കടക്കണം. എങ്ങനെയെന്നാലോചിച്ച് ശ്രീരാമൻ മണൽത്തട്ടിലിരുന്നു. സമുദ്രദേവത വരുണനാണ്. വരുണൻ ഇതുവരെ തന്നെ കണ്ടിട്ടില്ല. താനുമായി ബന്ധപ്പെട്ടിട്ടില്ല. ദേവകാര്യത്തിനു വേണ്ടി എല്ലാ ദേവന്മാരും എന്തൊക്കെ സഹിക്കുന്നു. ഇതൊന്നും സമുദ്രദേവതയ്ക്ക് ബാധകമല്ലേ? ശ്രീരാമന് ദേഷ്യം വന്നു. മനുഷ്യനും കുരങ്ങന്മാർക്കും എന്തു ചെയ്യാൻ കഴിയുമെന്നായിരിക്കും കരുതുന്നത്. താൻ കാണിച്ചു തരാം. സമുദ്രത്തെ ഉണക്കിക്കളയും. എങ്കിൽ ആരുടെ സഹായം കൂടാതെ വാനര സൈന്യത്തിന് കാൽനടയായി പോകാമല്ലോ. കോപാഗ്നി ആളിക്കത്തി. കണ്ണുകൾ ചുമന്നു. വില്ല് കുലച്ചു. വരുണദേവനെ വെറുതെ വിട്ടുകൂടാ.
ഭൂമിയുടെ ഭാരം തീർക്കൽ തൻ്റെ മാത്രം ഭാരമായിരിക്കുകയാണല്ലോ. എല്ലാ ജീവജാലങ്ങളും രാമന്റെ ശരപരാക്രമം കാണട്ടെ. സമുദ്രദേവതയെ ഭസ്മമാക്കുന്നുണ്ട്. ഭൂമിദേവി ശപഥം കേട്ടു വിറച്ചു. കാടും മലയും ആകാശവും എല്ലാം ഇരുളടഞ്ഞു. കടൽ ക്ഷോഭിച്ചു. തിരമാലകൾ ഉയർന്നു പൊങ്ങി. ജലജീവികൾ ഭയപ്പെട്ടു. സമുദ്രദേവത പ്രത്യക്ഷപ്പെട്ടു. ദിവ്യരൂപൻ, ദിവ്യാഭരണ വിഭൂഷിതൻ, ദിക്കുകളെ ഭാസുരമാക്കിക്കൊണ്ട് ശ്രീരാമന്റെ സമക്ഷമെത്തി യാചനയോടെ. ശ്രീരാമന്റെ മുഖത്തു നോക്കാൻ തന്നെ വരുണന് ശക്തിയില്ല. ക്ഷമിക്കണം. കാൽക്കൽ വീണു നമസ്കരിച്ചു. ലങ്കയിലെത്താൻ താൻ മാർഗം തന്നുകൊള്ളാം. ശരി, ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ മഹാബാണം വിഫലമാക്കാൻ വയ്യ. ലക്ഷ്യം കാണിച്ചു തരണം. വരുണൻ അല്പനേരം പകച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, വടക്ക് ദ്രുമകൂല്യം എന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇടയന്മാരുടെ സങ്കേതമാണ്. അവർ പാപികളും ദുഷ്ടന്മാരുമാണ്. അവർ എന്നെ സദാ പീഡിപ്പിക്കുന്നു. ബാണം അവരെ ലക്ഷ്യമാക്കട്ടെ, എനിക്ക് രക്ഷയുണ്ടാകും. രാമബാണം അങ്ങോട്ട് പാഞ്ഞു. ആ പാപികളെ കൊന്നൊടുക്കി മടങ്ങി. വരുണന് സന്തോഷമായി. ആ പാപികളുടെ ഉപദ്രവം തീർന്നല്ലോ. സമുദ്രത്തിൽ ചിറകെട്ടണം. സമുദ്രദേവത എല്ലാവരുമൊത്ത് ആലോചിച്ചു. വിശ്വകർമാവിന്റെ പുത്രൻ നളനാണ് അതിന് സമർത്ഥൻ. ഉടനെ നളനെ വരുത്തി ചിറകെട്ടാൻ ഏർപ്പാട് ചെയ്തു. എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ചിറകെട്ട് ആരംഭിച്ചു. ഇനി കഥ നാളെ പറയാം. പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളൂ. അധ്യായം 28. കുട്ടികളെ, അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് കേട്ടിട്ടില്ലേ? ലങ്കയിലേക്കുള്ള ചിറകെട്ടുന്ന അവസരത്തിൽ തങ്ങളെ കൊണ്ടാവുന്നത് പ്രവർത്തിക്കണം എന്നർത്ഥത്തിൽ പറഞ്ഞു വരുന്ന ഒരു ചൊല്ലാണിത്. സകലരും ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ ഭഗവാനെ സഹായിച്ചു. ഇനി കഥ കേട്ടോളൂ. വാനരന്മാർ മലയും മരങ്ങളും പാറക്കൂട്ടങ്ങളും കൊണ്ടുവന്ന് നളന് കൊടുത്തു. നളൻ അവ കൊണ്ട് ചിറകെട്ടി. 100 യോജന നീളവും 10 യോജന വീതിയും. ഇത്രയും വലിയൊരു ചിറ മുമ്പ് ആരും നിർമ്മിച്ചിട്ടില്ലത്രേ. ചിറകെട്ടിന് ശിവന്റെ സഹായം തേടി സമുദ്രതീരത്ത് ശ്രീരാമൻ ശിവനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. എന്തിനെന്നോ? നേരായ മാർഗം കാണാൻ. അതാണ് രാമേശ്വരം. രാമേശ്വരനെ സേവിച്ചാൽ നടക്കാത്ത കാര്യമില്ല, ലഭിക്കാത്ത പുണ്യമില്ല. ഇന്നും ധാരാളം പേർ രാമേശ്വരത്ത് പോയി വരുന്നുണ്ട്. ആദ്യ ദിവസം 14 യോജന നീളം ചിറകെട്ടി തീർത്തു. രണ്ടാം ദിവസം 20 യോജന, മൂന്നാം നാൾ 21, നാലാം നാൾ 22, അഞ്ചാം ദിവസം 23 യോജന നീളം ചിറകെട്ടി തീർത്തു. നളൻ സമർത്ഥൻ തന്നെ. എല്ലാവരും അംഗീകരിച്ചു. വാനര സൈന്യത്തിന് യഥേഷ്ടം കടന്നു പോകാൻ കഴിയും. വാനരപ്പട ചിറകടന്ന് സുബേല പർവ്വതത്തിൽ തമ്പടിച്ചു. ഹനുമാന്റെ ചുമരിലേറി ശ്രീരാമനും അംഗദന്റെ ചുമരിലേറി ലക്ഷ്മണനും ആ പർവ്വതത്തിന്റെ മുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ലങ്ക കാണാം. രാമലക്ഷ്മണന്മാർ ആ മഹാനഗരം കണ്ടുനിന്നു. ചിത്രപതാകകൾ പാറുന്ന വിചിത്ര സൗധങ്ങൾ, മണിമാളികകൾ, മനോഹരമായ കോട്ടകൾ, കിടങ്ങുകൾ, പീരങ്കികൾ, തുരങ്കങ്ങൾ, സ്വർണമയമായ രാജകൊട്ടാരങ്ങൾ എല്ലാം രാജകീയ പ്രൗഢിയോടെ സുരക്ഷിതമായി നിലകൊള്ളുന്നു. കനകമയമായ വലിയ മണിമാളികയുടെ മുകളിൽ വിശാലമായ ഹാളിൽ സേനാപതികളുടെയും മന്ത്രിമാരുടെയും നടുവിൽ രാക്ഷസ ചക്രവർത്തി രാവണൻ വിരാജിക്കുന്നു. 10 കിരീടങ്ങൾക്കു താഴെ 10 മുത്തുകുടകൾ. രാവണൻ നിസ്സാരനല്ല. രാമലക്ഷ്മണന്മാർക്കു തന്നെ തോന്നിപ്പോയി. രാവണന്റെ അടുത്തേക്ക് ശ്രീരാമൻ മോചിപ്പിച്ചുവിട്ട ശുകൻ കടന്നു വന്നു. ദൂതനോട് രാവണൻ ശത്രുക്കൾ ഉപദ്രവിച്ചോ എന്നന്വേഷിച്ചു. ശുകൻ തനിക്ക് ഏൽക്കേണ്ടി വന്ന മർദ്ദനങ്ങളെക്കുറിച്ചും അവസാനം ശ്രീരാമൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയതും വിവരിച്ചു. രാമന് സീതയെ നൽകുക, അല്ലെങ്കിൽ ഉടൻ യുദ്ധം ചെയ്യുക. അതാണ് ശ്രീരാമ സന്ദേശം, ശുകൻ അറിയിച്ചു. വാനരപ്പടയുടെ വലിപ്പം ശുകൻ രാവണന് കാട്ടിക്കൊടുത്തു. പർവ്വത തുല്യരായ വാനരന്മാർ ഗർജിച്ച് തുള്ളിച്ചാടി പരന്നു കിടക്കുന്നു. ശുകൻ അതിൽ വീരന്മാരെ ചൂണ്ടിക്കാട്ടി രാവണന് പരിചയപ്പെടുത്തി. ലങ്കയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് സുഗ്രീവൻ, വാനര രാജാവ്. 1,00,000 പേരുടെ അകമ്പടിയോടെ തൊട്ടടുത്തു നിൽക്കുന്നതാണ് സേനാപതി അഗ്നിപുത്രൻ നീലൻ. അതിനപ്പുറത്ത് അംഗദൻ, ബാലിയുടെ പുത്രൻ, യുവരാജാവ്. പിന്നെ കണ്ടോ അല്പം മാറി നിൽക്കുന്ന ലങ്ക ചുട്ടുകരിച്ച ഹനുമാൻ, രാവണപുത്രനെ വധിച്ച ദുഷ്ടൻ. സുഗ്രീവന്റെ അടുത്തു വന്ന് എന്തോ മന്ത്രിച്ചു മടങ്ങുന്ന കണ്ടില്ലേ ഒരുത്തൻ? അവനാണ് രംഭൻ. ലങ്കയെ മുടിക്കാൻ തന്നെ കരുത്തുള്ളവൻ. വാനരന്മാരിലെ സിംഹമാണ്. അവന്റെ നോട്ടം കണ്ടില്ലേ? ഇങ്ങോട്ട് തന്നെ. ശരഭൻ, നളൻ, ഇവരുടെ ശ്രദ്ധയും ഇങ്ങോട്ട് തന്നെ. രാക്ഷസപ്പടയും വാനരപ്പടയും ഏറ്റുമുട്ടിയ ദേവാസുര യുദ്ധം തന്നെ. അത്തരം ഒരു മഹായുദ്ധം ഒഴിവാക്കുകയാവും നല്ലതെന്ന് ശുകൻ ഉപദേശിച്ചു. രാവണൻ പ്രശസ്തനല്ലേ? പ്രശസ്തിക്ക് വേണ്ടി ഇനി യുദ്ധം എന്തിന്? വിശ്രവസിന്റെ പുത്രനായി ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു. തപസ്സുകൾ അനുഷ്ഠിച്ച് വരദാനങ്ങൾ നേടിയെടുത്തതിന് കണക്കുണ്ടോ? എന്നിട്ടും മനസ്സിൽ നിന്ന് ദുഷ്ടവിചാരങ്ങൾ പോകാത്തതെന്ത്? സകല പാപങ്ങളും ചെയ്യുന്നു. എല്ലാം മതിയാക്കൂ.
ഇനി മുക്തി നേടൂ, വിഷ്ണുലോകം പ്രാപിക്കൂ, സീതയെ രാമന് തിരിച്ചേൽപ്പിക്കൂ. മഹാലക്ഷ്മിയാണവൾ. രാമഭക്തനായി തീരൂ, ഭഗവാൻ എല്ലാം ക്ഷമിക്കും. ശുകന്റെ ഉപദേശം കേട്ട് രാവണൻ ക്രോധത്താൽ കലിതുള്ളി അട്ടഹസിച്ചു. 3 ലോകത്തിലും അധിപനാണ് ഞാൻ. ഭൃത്യൻ രാജനെ ഉപദേശിക്കുകയോ? പോ മുന്നിൽ നിന്ന്. നിന്റെ മുൻ ചെയ്തികളെ ഓർത്ത് ക്ഷമിക്കുകയാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച താൻ രാക്ഷസനായതിലാണ് നീ തെറ്റ് കാണുന്നത്. അപ്പോൾ നീയോ? ശുകനും ബ്രാഹ്മണനായിരുന്നു, എന്നാൽ രാക്ഷസനാണ്. ദേവന്മാരുമായിട്ടുള്ള ബന്ധമാണ് ശുകന് രാക്ഷസ വിരോധമുണ്ടാക്കിയത്. രാക്ഷസന്മാർക്ക് ശുകനോട് തീരാത്ത പക ഉണ്ടായി. വജ്രദ്രംഷ്ടൻ എന്ന അസുരൻ ശുകനെ ചതിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുകന്റെ ആശ്രമത്തിൽ വന്നു. മുനിയെ പൂജിച്ച് വണങ്ങി. മുനി ശുകന്റെ ആശ്രമത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നുള്ളൂ എന്ന് അരുളി ചെയ്തു. കുളിക്കാൻ പോയി ഈ തക്കം നോക്കി വജ്രദംഷ്ടൻ അഗസ്ത്യമുനിയുടെ വേഷത്തിൽ ആശ്രമത്തിൽ വന്നു. എന്തോ അഗസ്ത്യമുനി മടങ്ങി വന്നിരിക്കുന്നു. കാരണമറിയാൻ ശുകൻ അടുത്തു ചെന്നു അന്വേഷിച്ചു. അഗസ്ത്യരൂപം ധരിച്ച വജ്രദ്രംഷ്ടൻ പറഞ്ഞു, കുളിച്ചു വന്നാൽ തനിക്ക് മാംസഭക്ഷണം വേണമെന്ന്. വളരെ കാലമായി മാംസഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് അങ്ങനെയും ഒരാഗ്രഹം. മഹർഷിയുടെ ആഗ്രഹമല്ലേ? ശുകൻ മാംസഭക്ഷണം തയ്യാറാക്കി. അഗസ്ത്യൻ കുളി കഴിഞ്ഞു വന്നു. ഭക്ഷണം കഴിക്കാനിരുന്നു. രാക്ഷസൻ മറ്റൊരു പണി കൂടി ചെയ്തു. ശുകപത്നിയെ പർണശാലയിൽ മയക്കി കിടത്തി. രാക്ഷസൻ അവളുടെ വേഷത്തിൽ മഹർഷിക്ക് മാംസം വിളമ്പിക്കൊടുത്തു. ഉടൻ അദൃശ്യനായി. മനുഷ്യമാംസം കണ്ടപ്പോൾ മഹർഷി കോപിച്ചു. മനുഷ്യമാംസം അത് തന്നെ തീറ്റാൻ ശ്രമിച്ചിരിക്കുന്നു. മുനി ശപിച്ചു. രാക്ഷസനായി ഭവിക്കട്ടെ, നരമാംസം തിന്ന് ജീവിക്കട്ടെ. ശുകൻ ഉണ്ടായ സംഭവം മഹർഷിയെ ധരിപ്പിച്ചു. ദിവ്യദൃഷ്ടി കൊണ്ട് അഗസ്ത്യൻ കാര്യം മനസ്സിലാക്കി. താനും ശുകനും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ശപിച്ചു കഴിഞ്ഞു. മഹർഷിയുടെ മനസ്സ് വിഷമിച്ചു. ശാപം മടക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. ശാപമോക്ഷം നൽകാം. രാവണനെ വധിക്കാൻ വാനരന്മാരുമൊത്ത് ശ്രീരാമൻ എത്തിച്ചേരും. അന്നുവരെ രാക്ഷസവേഷം ധരിച്ച് രാവണന്റെ സഹായിയായി ജീവിക്കുക. ശ്രീരാമന്റെ രഹസ്യമറിയാൻ രാവണൻ നിന്നെ അയക്കുമ്പോൾ നിനക്ക് രാമദർശനം സാധിക്കും. മടങ്ങി വന്ന് രാവണന് തത്വജ്ഞാനം ഉപദേശിച്ചാൽ നിനക്ക് ശാപമോക്ഷം കിട്ടും. അങ്ങനെ രാവണന്റെ മുന്നിൽ നിന്ന് ഭയപ്പെട്ടോടി ശുകൻ ശാപമോക്ഷം നേടി. ഇനി കഥ നാളെ. മുത്തച്ഛൻ കഥ പറച്ചിൽ നിർത്തി.